ചുങ്കത് ജ്വല്ലറി 5 മിനിറ്റ്സ് ഫൺ സ്റ്റാറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ചിരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. നമ്മുടെ സ്വന്തം KS പ്രസാദ്, നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജ് തസ്നി ഖാൻ, നമുക്ക് പ്രിയപ്പെട്ട നാദിർ ഷാ. ചൊറിമാന്തി കുടിയൻ കേളു, മൂവന്തി കള്ളടിക്കാൻ വരുന്നു. ചൊറിമാന്തി കുടിയൻ കേളു, മൂവന്തി കള്ളടിക്കാൻ വരുന്നു. അപ്പൊ നിന്റെ ഈ ബൾബിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, നിന്റെ ബൾബ് ശരിയല്ല. ഷാപ്പിന്റെ മൂലയിൽ കുടത്തിലിരിക്കുന്നവൻ അന്തിയോ അതോ പുലരിയോ? എടാ, അമ്പലത്തിൽ ഇടേണ്ട പാട്ടാണോ ഇത്? എടാ, അമ്പലത്തിൽ അമ്മയുടെ പാട്ട് ഇടണം. അമ്മയുടെ പാട്ട് പോരെ? അമ്മയുടെ പാട്ട് ഇട്ട്. ഫേവറേറ്റ് റൗണ്ടിൽ ലൈവ് സ്കിറ്റുമായി എത്തുന്നു ടീം സ്പടികം. എന്തുവാണ് ഇത്? ഞങ്ങൾക്ക് രണ്ടോറും കൂടെ അടുത്ത പറമ്പില് ഒരു പ്രോഗ്രാം ഒത്തിട്ടുണ്ട്. അമ്പലത്തിൽ എവിടെയാടാ? അത് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടും കൂടെ പോയി പ്രോഗ്രാം ചെയ്യാം. ഞങ്ങളെ കളഞ്ഞിട്ട് അമ്പലക്കാരുടെ വിധിയാണ്. ഇപ്പമാരുടെ സ്റ്റേജ് പെർഫോമൻസ് ഒന്ന് കാണാൻ നമുക്ക് പോകണ്ടേ? ഒന്ന് പോയാലോ? പോയാ. സ്റ്റേജ് പെർഫോമൻസ് റൗണ്ടിൽ ഞങ്ങൾ എത്തുന്നു. ടീം സ്പടികം. കലാകാരന് ആത്മസംതൃപ്തി കിട്ടുന്നത് അവന്റെ കലാരൂപം വേദിയിൽ അവതരിപ്പിക്കുമ്പോഴാണ്. നിങ്ങൾക്ക് മുന്നിൽ സ്റ്റേജ് പെർഫോമൻസുമായി എത്തുന്നു ടീം സ്പടികം. മന്ദാരം കുമ്പാളച്ചെത്തും പടകൂട്ടി കാറ്റു വിളിക്കുന്നേ, കരിനച്ചി കാവോരം തൈമാസ കന്നി തിങ്കൾ തെരുവേ ഞാൻ കൂട്ടി വിളിക്കുന്നേ. കൈക്കാണം വാങ്ങാനും മുല്ലത്താലം നേരാനും കണ്ണാടി പൊട്ടും കുത്തി വാനിതായേ കസ്തൂരി വാനം ചൊട്ടിൽ വാ. എടാ, അമ്പലത്തിൽ ഇടേണ്ട പാട്ടാണോ ഇത്? എടാ, അമ്പലത്തിൽ അമ്മയുടെ പാട്ട് ഇടണം. അമ്മയുടെ പാട്ട് പോരെ? അമ്മയുടെ പാട്ട് ഇട്ട്. എടാ, അമ്മയുടെ പാട്ട് അമ്മായിയുടെ പാട്ടാണ് ഇടുന്നത്. പറഞ്ഞു വരുമ്പം ചേട്ടന്റെ അമ്മ എന്റെ ആരാ? അമ്മായി. അപ്പൊ അമ്മായിയുടെ പാട്ട്. പിന്നെ ഒറ്റ കാര്യം, ഈ ഇവിടെ കമ്മിറ്റിക്കാരെ ഒരു ഫ്ലാസ്ക് തന്നു വിട്ടിട്ടുണ്ട്. ഫ്ലാസ്ക് അല്ലടാ, ഇത് ഫ്ലെക്സ്. ഇത് എവിടെ ഒന്ന് ഫിറ്റ് ചെയ്യണം. കാണിച്ചു, എന്ത് സാധനം എന്തുവാ? അതെ, ഇവിടുത്തെ പരിപാടിയുടെ ഒരു സംഭവമാണെന്നാ പറഞ്ഞതേ. ഇത് എന്തുവാടാ ഇത്? ഊത്തുകാരുടെ പോസ്റ്ററാണ്. ഊത്തുകാരല്ല, നാസറക്കാര് കൃഷ്ണഭാവതരും ഹരിഭാവതരും. ആണോ? ഇവിടെ ഫിറ്റ് ചെയ്താലോ? അവിടെ വിറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ പരിപാടി സ്പോൺസർ ചെയ്യുന്നത് ചുങ്കത്ത് ജ്വല്ലറിയാ. അവര് കൗമുദിയുള്ള പരിപാടിയാണ് 5 മിനിറ്റ്സ് ഫൺ സ്റ്റാർ. ഇങ്ങനെ പരിപാടിയാ. ഒരു കാര്യം ചെയ്യും, നീ പിടിച്ചോണ്ടിരിക്കുക. അല്ലെങ്കിൽ നിന്റെ ഇതുണ്ടല്ലോ, സെറ്റ് ഉണ്ടല്ലോ, അതിന് മോളി വിളിച്ചാ. അതെന്താ ഇതൊന്നും അറിയാത്ത എന്താണെന്ന് അറിയാവോ? 10 ദിവസം ഇവിടെ പരിപാടി തുടങ്ങിട്ടോ. ഇന്നാണല്ലോ ഇങ്ങോട്ട് എഴുന്നള്ളി. ഇത് എവിടെ ആയിരുന്നു? നമ്മളെ സീരിയലിന്റെ വർക്കൊക്കെയാണ്. സീരിയലിന്റെ വർക്കാ? എനിക്കറിയാലോ, എന്റെ മൂത്ത മോനെ സീരിയലൊക്കെ വലിയ ഇഷ്ടമാണ്. അവനെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? എനിക്ക് താല്പര്യമുണ്ട്. പിന്നെ കൊച്ചു പിള്ളേരെ കാലിന്റെ മുകളിൽ കയറ്റുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാലിന്റെ മുകളിലോ? പിന്നെ സീരിയൽ ബൾബ് എന്റെ തലയിൽ വെച്ച് കണ്ടാൽ പറ്റും. അപ്പൊ നിന്റെ ഈ ബൾബിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, നിന്റെ ബൾബ് ശരിയല്ല. നീ ഏട്ടാ ഗോപുരത്തിൽ മണ്ടയ്ക്ക് ഒരു ബൾബ് ഇട്ടിട്ടില്ലേ? എടാ, ഒരു ബൾബ് ഇട്ടാൽ ഒന്നിയിൽ കത്തണം അല്ലെങ്കിൽ കറണം. ഇത് കത്തുക കിടുക. എന്തുവാടാ ഇത്? നിങ്ങൾ ഹിന്ദുസ്ഥാനി അടിച്ചാ ഞാൻ കർണാടക അടിക്കും. ഞാൻ കർണക്കുട്ടി കടിക്കും. എന്റെ പൊന്നി ചേട്ടാ, അത് സീരിയൽ ബൾബാന്നേ. എന്ത് ബൾബായാലും ഒരു പ്രയോജനം വേണ്ടടാ. ചേട്ടാ സീരിയൽ കാണാറുണ്ടോ? പിന്നെ കാണാറുണ്ട്. എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അതില്ല. ഇതും അതുപോലെ ഒരു പ്രയോജനം, ചുമ്മാ കത്തിക്കൊണ്ടിരിക്കും. പ്രിയമുള്ള ഭക്തജനങ്ങളെ, നമ്മുടെ ഘോഷയാത്ര ഇതാ കടന്നു വരികയാണ്. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരിന് തൊട്ടു മുമ്പിലാണ് താലപ്പൊലിയേന്ത്യ ബാലികമാർ അണിനിരക്കുന്നത്. അതിന് തൊട്ടു പിന്നിൽ അത് മയിലാട്ടം കടന്നു വരികയാണ്. മയിലാട്ടക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മയിലാട്ടക്കാർ ഇതിനെ കടന്നു നടക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ കയ്യിൽപ്പെടാതെ സൂക്ഷിക്കാം. മാനാട്ടം കടന്നു വരുന്നു. മാനാട്ടക്കാരോട് ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. അവിടെ സൽമാൻ ഖാന്റെ പോസ്റ്റ് ഉണ്ട്, അതിനടുത്തൂടെ പോകരുത്.
അങ്ങനെ നമ്മുടെ ഘോഷയാത്ര അവസാനിച്ചിരിക്കുന്നു. അടുത്തതായിട്ട് നിങ്ങളെല്ലാം ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഹരിഭാഗവതരെയും കൃഷ്ണഭാഗവതരെയും നാസർ കച്ചേരി ഈ വേദിയിൽ ആരംഭിക്കുന്നതാണ്. തന്നെ ഇരുന്ന് അവതരിപ്പിക്കുകയുള്ളൂ. അതെന്താണ് ഈ എന്താ പേര്? നാസർ കച്ചേരി? അവര് ഒരു അരമണിക്കൂർ കഴിഞ്ഞേ വരത്തുള്ളൂ. ഈ കാര്യം നീ ഞാനും മാത്രമേ അറിയാവൂ. നാട്ടുകാരറിയില്ല, പ്രശ്നവും. മുമ്പേ വരെ നമ്മൾ രണ്ടു പറഞ്ഞോളൂ, ഇപ്പൊ നാട്ടുകാർ മൊത്തം പറഞ്ഞു. അതെങ്ങനെ അറിയാനാ? മൈക്കൂടെ പറഞ്ഞ അവര് കേൾക്കില്ലേ? പ്രിയമുള്ള ഭക്തജനങ്ങളെ, ഞാനിപ്പോൾ മൈക്കിൽ കൂടെ പറഞ്ഞ കാര്യം ചുമ്മാ പറഞ്ഞാ. എടാ, ആവശ്യമില്ലാത്ത നിന്റെ മൈക്ക് വർക്ക് ചെയ്യും, ആവശ്യത്തിന് വർക്ക് ചെയ്യത്തില്ലോ. എന്തോ ചെയ്യും? വേറെ പരിപാടി ഉണ്ടോ? വേറെ പരിപാടി ഒരു കിടിലം പറയാം. നമ്മളൊരു 10-15 ലൈറ്റ് ഇങ്ങനെ നേരത്തെ വെച്ചിട്ട് മാലവളൊക്കെ അവിടെ തൂക്കിയിട്ടിട്ട് പച്ച മഞ്ഞ കടികൾ കത്തിച്ച് കടിച്ച് ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടത്തിയാലോ? ആര് നടത്തും? ബാബു സൗണ്ട്. അതേതാ? ബാബു. അതാരാണ്? അതിവിടെ വേണ്ട, വേണ്ട, അതിവിടെ വേണ്ട. വേറെ വല്ല പരിപാടി? 2 പിള്ളേരുണ്ട്. എടാ, കല്യാണം കഴിക്കാത്ത എനിക്ക് 2 പിള്ളേരുണ്ട്. എന്റെ പൊന്നെ ഏട്ടാ, അതല്ല പറഞ്ഞത്. മിമിക്രി അറിയാവുന്ന 2 പിള്ളേരുണ്ട്. അവര് വരത്തില്ലെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ അമ്മമാരെ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. മിമിക്രിയൊക്കെ എനിക്ക് ഇഷ്ടം. അവര് വന്നിട്ടുണ്ടോ? അവരവിടെ വെളിയുണ്ട്. വിളിച്ചെങ്കിൽ വരുമല്ലോ. പിന്നെ എപ്പോ ഒന്ന് ചോദിച്ചാൽ മതി. കേറി വാടാ മക്കളെ, കേറി വാ. ഇയാളാരാ? 500 പിള്ളേരെ കേറി വാ. ചേട്ടാ തുടങ്ങിയാലോ? എടാ, അങ്ങനെ ചുമ്മാ അങ്ങ് തുടങ്ങാൻ പറ്റും. ഇപ്പൊ ഘോഷയാത്ര കഴിഞ്ഞല്ലേ ഉള്ളൂ. നീ ആർക്ക് വേണ്ടി പരിപാടി നടത്തുന്നത്? ജനങ്ങൾക്ക് വേണ്ടി. ആൾക്കാർക്ക് വേണ്ടിയാണല്ലോ. ആൾക്കാർക്ക് ഇരിക്കണ്ടേ? കാണികളല്ലേ നമ്മൾ, കാണികൾക്ക് വേണ്ടി നമ്മൾ പരിപാടി നടത്തുന്നത്. ഒരു ചെറിയ അനൗൺസ്മെന്റ് ഉണ്ട്. പ്രിയമുള്ള ഭക്തജനങ്ങളെ, ഇന്നോടുകൂടി നമ്മുടെ ഉത്സവം ഇവിടെ അവസാനിക്കുകയാണ്. നാളത്തെ കാര്യപരിപാടികൾ രാവിലെ 6:30 ദേവിക്ക് ഫുഡ്, നവകം. വൈകിട്ട് 7:30 ദേവിക്ക് ഞങ്ങളെ ഫുഡേ ദീപാരാധന. വൈകിട്ട് 8:30 ദേവിക്ക് ചേട്ടാ വിശക്കുന്ന ഫുഡ്, പൊറോട്ട ഇറച്ചി. എനിക്ക് ഫുഡില്ല. അപ്പോൾ നാസർ കച്ചേരിക്ക് മുമ്പ് നമ്മളുടെ കോമഡി പരിപാടി അവതരിപ്പിക്കാൻ 2 പേര്. മോന്റെ പേരെന്താണ്? എന്റെ പേര് വിപിൻ. വിപിൻ. മോന്റെ പേരെന്താണ് മോനെ? അശ്വത്. എന്തോന്ന്? അശ്വത്. കോമഡി പരിപാടി ആരംഭിക്കുകയാണ്. വിപിനും സംഘവും അവതരിപ്പിക്കുന്ന 1 മാൻ ഷോ. കുഴപ്പമില്ലല്ലോ. വിപിനും സംഘവും അവതരിപ്പിക്കുന്ന 1 മാൻ ഷോ ഇതാ ഈ വേദിയിൽ ആരംഭിക്കുന്നു. ഇത് മാട്ടം വൈകാളി, ഇതിൽ പറ്റത്തില്ല. ഇതിലൊക്കെ പോയി സ്റ്റാർ ചെയ്താൽ നമ്മളെ വില പോടാ. നമ്മളൊക്കെ ഇത് വെറുതെ മാട്ടമായി. 15 വർഷമായി മൈക്രോഫോൺ ഇതുവരെ ഒരുത്തരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. സൗണ്ട്സ് ഉണ്ടാവണം. അതെ ചേട്ടാ, മിക്സർ ഉണ്ടോ ഇവിടെ? ശരി, ഇതൊക്കെ നേരത്തെ ചോദിക്കണ്ടേ? ഒരു കവർ ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിക്കാർ ഒരു പൈൻറ്റ് വാങ്ങിച്ചപ്പം അവർക്ക് രാജ്യം അത് കൊടുത്തു. ആണോ ഡിലേ ഉണ്ടോ? എടാ, മറ്റേ പരിപാടി തുടങ്ങാൻ ഡിലേ ഉള്ളതുകൊണ്ടാണല്ലോ നിനക്കൊക്കെ ഒരു പരിപാടി വിളിച്ചു വന്നത്. വേറെ വല്ലതും പോണോ? ഒന്നും വേണ്ട. എക്കോ പൊക്കോ. ഓക്കെ. പ്രിയമുള്ള കലാസ്നേഹികളെ, ഞങ്ങളുടെ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായി വേദിയിലേക്ക് വെളിച്ചം വീശുവാൻ സാധ്യതയുള്ള എല്ലാ പ്രകാശ വിധാനങ്ങളും കെടുത്തുന്നത് ഞങ്ങളുമായി ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് ബന്ധപ്പെട്ടവരുടെ വെന്റിപ്പേഴ്സിനും അഭ്യർത്ഥിക്കുകയാണ്. ഒരു ചെറിയ അനൗൺസ്മെന്റ് ഉണ്ട്. ഭക്തജനങ്ങളെ, നമ്മൾ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരുന്ന പരിപാടി ആരംഭിക്കുകയാണ്. ഹരിഭാഗവതരും കൃഷ്ണഭാഗവതരും എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ നാസർ കച്ചേരി ആരംഭിക്കുന്നതാണ്. ഞങ്ങളുടെ കോമഡി ഷോ. നിങ്ങൾക്ക് വലിയ കലാകാരന്മാരല്ലേ? നിങ്ങൾ അവർക്ക് വേണ്ടി മാറിക്കൊടുക്കണ്ടേ? നമ്മൾ കലാകാരന്മാരാണ്. അത് കഴിഞ്ഞ് നിന്റെ പരിപാടി നീ ഷൈൻ ചെയ്യേ. ഒന്ന് അനൗൺസ് ചെയ്തേക്കാം. മോന്റെ പേരെന്തുവാ? വിപിൻ. മോന്റെ പേരെന്തുവാ? അശ്വത്. ഒന്ന് നീ പേര് മാറ്റണം, അല്ലെങ്കിൽ നീ മിമിക്രി നിർത്തണം. ഈ രണ്ടും കൂടെ ഒന്നിച്ചു പറ്റത്തില്ല. ഈ നാസർ കച്ചേരിക്ക് ശേഷം വിപിനും സംഘവും അവതരിപ്പിക്കുന്ന സൂപ്പർ മെഗാ ഷോ ഉണ്ടായിരിക്കുന്നതാണ്. നാസർ കച്ചേരിക്ക് എത്തിയിട്ടുള്ള ഹരിഭാഗവതരെയും കൃഷ്ണഭാഗവതരെയും വേദിയിലേക്ക് ഞങ്ങൾ ഹാർദമായി ക്ഷണിച്ചുകൊള്ളുന്നു. കാശ് കൊടുക്കുന്നതാണ് അവർക്ക്. അതെ, കാശ് കൊടുക്കുന്ന. ഇവന്റെ കൈ ഒടിഞ്ഞിരിക്കുകയാണ്, പ്ലാസ്റ്റർ ഇട്ടേക്കുന്നു. ക്ലാസ് ഇട്ടേക്കുന്ന തകലടിക്കുന്ന കയ്യിലുള്ളതാ. ഇതുവരെ തകില്ലെന്നായിരുന്നു. പിന്നെ വേറെ പ്രശ്നമുണ്ട്. നീ എന്നെ പ്രശ്നം ഉണ്ടാക്കാമെന്നാണോ? നമ്മള് ലാഭം ഉണ്ടാക്കാനേ പറയാം. എന്താ ഈ കൊണ്ടുവന്ന ഊസിന് എന്തോ പ്രശ്നമുണ്ട്. എന്താ കുഴപ്പം? അതിനകത്ത് കിടുത്ത വിദഗ്ധമായിട്ട് അടക്കാനുള്ള ശ്രമമാണ്. അത് നോക്കിയിട്ട് കാശ് കൊടുത്താൽ മതി. കേട്ടാ പരിപാടി.
ചീത്തവിളി നിങ്ങൾ മാത്രം കേട്ടാൽ മതി, ഞങ്ങൾക്ക് കേൾക്കണ്ട. പരിപാടി ഉഗ്രനായിരുന്നു. പൈസ കമ്മിറ്റി ഓഫീസിൽ നിന്ന് മേടിച്ചോണം. ഓക്കെ, നന്നായിരുന്നു. പ്രിയരെ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ആദ്യമായി ഞങ്ങൾ ചലച്ചിത്ര താരം ഒരു അനൗൺസ്മെന്റ്. പ്രിയമുള്ളവരെ, ഞങ്ങൾ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പരിപാടി ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. കരിപ്പുഴ കുട്ടപ്പന്റെ കരിമരുന്ന് പ്രയോഗം. ചേട്ടാ, ഞങ്ങളുടെ കോമഡി ഷോ നടത്തിയില്ലേ? കരിമരുന്ന് പ്രയോഗം കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ കോമഡി ഷോ അത് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വീട്ടിൽ പോകത്തില്ലേ? അല്ലാതെ അവർക്ക് കൂടെ കിടന്നുറങ്ങാൻ പറ്റുമോ? നീ ഉണ്ടാക്കും വരെ ഇല്ലല്ലോ. എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ആർക്ക് വേണ്ടി പരിപാടി അവതരിപ്പിക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയാ? ഒരിക്കലുമല്ല. കലാകാരൻ അവന്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ് പരിപാടി നടത്തുന്നത്, അല്ല ജനങ്ങൾക്ക് വേണ്ടിയല്ല. അത് നീ മനസ്സിലാക്കണം. ഞാനിപ്പം നിന്റെ പേര് കൊള്ളത്തില്ലേലും വർത്തമാനം കൊള്ളാം കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി ആരംഭിക്കുന്നു. കരിമരുന്ന് പ്രയോഗത്തിന് ശേഷം മോന്റെ പേരെന്തായിരുന്നു? മോന്റെ പേരറിയാം പറയണ്ട. വിപിനും സംഘവും അവതരിപ്പിക്കുന്ന കോമഡി മെഗാ ഷോ ഉണ്ടായിരിക്കുന്നതാണ്. കുട്ടപ്പ കത്തിച്ചോ. കരിമരുമെന്ന പ്രയോഗം വളരെ വിദഗ്ധമായി തന്നെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതിന് ഇപ്പോൾ തന്നെ നമ്മുടെ പ്രശസ്തരായ താരങ്ങൾ, മോന്റെ പേരെന്തായിരുന്നു? വിപിനും സംഘവും അവതരിപ്പിക്കുന്ന സൂപ്പർ മെഗാ ഷോ ഇതാ ഇവിടെ ആരംഭിക്കുന്നു. കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. പ്രിയമുള്ളവരെ, നമ്മുടെ ഉത്സവ പരിപാടി മംഗളമായി അവസാനിച്ചിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. മോന്റെ പേരെന്തായിരുന്നു? വിപിൻ. മോന്റെ അറിയാം. അടുത്ത വർഷം ഇതേ വേദിയിൽ ഇതേ സമയം വിപിനും സംഘം അവതരിപ്പിക്കുന്ന സൂപ്പർ മെഗാ ഷോ ഉണ്ടായിരിക്കുന്നതാണ്. ഷൈൻ ചെയ്യടാ. അശ്വത്, നല്ല പേര് കേട്ടോ, മാറ്റണ്ട.